ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. ഇനി വരുന്ന 10th പ്രിലിംസ് അതുപോലെയുള്ള എക്സാമുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുന്നത്. അത് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിന് പുതിയ SCERT ടെക്സ്റ്റ് ബുക്ക് അറിയാം അല്ലെ, 5th 7th 9th ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ആ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് ആ കാര്യങ്ങൾ പറയുന്നത്, അപ്പോൾ ഇതൊക്കെ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ ചാനലിൽ ഈ എക്സാം അനുബന്ധിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സൈലം PSC എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മുൻപേ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കോശങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്. കോശങ്ങൾ, കലകൾ അല്ലെ, സെൽ, ടിഷ്യൂ എന്നൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ് എന്നാണ് ചോദിച്ചത്. ഒരുപാട് കോശാംഗത്തിന്റെ പേര് നമ്മൾ പഠിക്കുന്നതാണ്. സസ്യകോശങ്ങളാണെങ്കിലും ജന്തുകോശങ്ങളാണെങ്കിലും കോശാംഗങ്ങളൊക്കെ കാണപ്പെടുന്നു അല്ലെ. അപ്പൊ അതിൽ ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളുണ്ട്, അതേപോലെ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതുണ്ട്, എല്ലാത്തിലും പൊതുവായിട്ട് കാണപ്പെടുന്ന കോശാംഗങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് മനസ്സിലായല്ലോ? ഓപ്ഷൻ നോക്കിയ റൈബോസോം, മൈറ്റോകോൺട്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോം. അപ്പം ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ആൻസർ മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ലൈസോസോം എന്ന് പറയുന്നതാണ് ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം. അപ്പൊ റൈബോസോം എന്ന് പറഞ്ഞാലോ, അത് ജന്തുകോശത്തിലും കാണാം സസ്യകോശത്തിലും കാണാം, രണ്ടിലും കാണാം. അതേപോലെ മൈറ്റോകോൺട്രിയോൺ എന്ന് പറഞ്ഞാലും ഇതേപോലെ ജന്തുകോശത്തിലും സസ്യകോശത്തിലും ഒക്കെ കാണപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയോൺ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോമൺ ആണ്, രണ്ടിലും കാണാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാ? ലൈസോസോം ആണ്. ഇത് ജന്തുകോശത്തിലാണ് കാണപ്പെടുന്നത്. റെഡി അല്ലേ? അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് ഇതുമായിട്ട് ഓർമ്മിച്ച് വെച്ചേക്കാം. കോശാംഗങ്ങളുമായിട്ട് അത്യാവശ്യം അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതിനനുസരിച്ചിട്ട് ഒന്നാമത്തെ ഒരു കോശാംഗം ഏതാ? മൈറ്റോകോൺട്രിയോൺ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മൾ മൈറ്റോകോൺട്രിയ എന്ന് പറയും, പ്ലൂറൽ ആയിട്ട് മൈറ്റോകോൺട്രിയ എന്ന് പറയും, സിംഗുലർ ആയിട്ട് മൈറ്റോകോൺട്രിയോൺ എന്ന് പറയും. അപ്പൊ ഇതുമായിട്ട് നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു കാര്യം, എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്. കോശത്തിലെ ഊർജ്ജ നിലയം അല്ലെ, ഊർജ്ജ നിലയം ഏതാണ് എന്ന് ചോദിച്ചാൽ അതാണ് ആൻസർ. ചിലപ്പം ഊർജ്ജ നിലയം എന്നുള്ളതിന് പകരം ഇങ്ങനെയും ചോദിക്കാറുണ്ട്. എന്താണ്? പവർ ഹൗസ് എന്ന് പറയും അല്ലെ. പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കും. പവർ ഹൗസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്താ? ഊർജ്ജ നിലയത്തിന് ഇംഗ്ലീഷ് ആണ് പവർ ഹൗസ്. അപ്പൊ അത് എങ്ങനെയാക്കിയിട്ടും ചോദിക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഊർജ്ജത്തിനെ നിർമ്മിക്കാനും ഊർജത്തിനെ സംഭരിച്ചു വെക്കാനും കഴിവുള്ള കോശാംഗമാണ് ഊർജ്ജ നിലയം അഥവാ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗമാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യമുള്ള ഊർജ്ജത്തിനെ ഓരോ കോശത്തിൽ നിന്നും നിർമ്മിച്ചു തരുന്ന കോശാംഗമാണ് ഇത് മൈറ്റോകോൺട്രിയ. ഓക്കെ, മറക്കരുത്. ഊർജാവശ്യം കൂടുതലുള്ള, അപ്പൊ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് ഊർജ്ജത്തിന്റെ അളവ് കൂടുതൽ? ഉദാഹരണം ഇപ്പൊ കരളിനകത്ത്, അതേപോലെ തലച്ചോറ്, നമ്മളെ പേശികളുണ്ട് അല്ലെ, മസിൽ, ഇവിടെയൊക്കെ ഊർജാവശ്യം കൂടുതലുള്ളതാണ്. അതുകൊണ്ട് അവിടെ കാണപ്പെടുന്ന കോശങ്ങളിൽ ഒരുപാട് മൈറ്റോകോൺട്രിയ കാണാം. അപ്പോൾ ഒരു കോശത്തിനകത്ത് ഒരു മൈറ്റോകോൺട്രിയ അല്ല, ഒന്നിൽ കൂടുതൽ മൈറ്റോകോൺട്രിയ ഉണ്ടാവും. ഇനി നമ്മുടെ ശരീരത്തിനകത്ത് എവിടെയൊക്കെയാണ് ഊർജ്ജത്തിന്റെ ആവശ്യം കൂടുതലുള്ളത് അവിടെ ഈ കോശാംഗങ്ങൾ മറ്റുള്ള ഭാഗത്തിനേക്കാൾ കൂടുതലായിട്ട് കാണാം. മനസ്സിലായില്ലേ? അതിന് എക്സാമ്പിൾ ആണ് കരളിലും തലച്ചോറ്, പേശികൾ എന്നിവയിലുള്ള കോശങ്ങൾ കൂടുതൽ മൈറ്റോകോൺട്രിയ കാണാം എന്ന് കൊടുത്തത്. അപ്പൊ ഒന്നാമത്തത് മനസ്സിലായി. അടുത്ത കോശാംഗത്തിന്റെ പേര് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ്. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇതൊരു ഇംഗ്ലീഷ് വാക്കാണ്. അപ്പൊ ഇതിന്റെ മലയാളം ടേമും കൂടെ ഓർമ്മിച്ച് വെച്ചേക്കാം, അതും ചോദിക്കാം. അന്തർദ്രവ്യജാലിക എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. അന്തർദ്രവ്യജാലിക എന്നറിയപ്പെടുന്ന കോശാംഗമാണ് ഏത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്തൊക്കെയാ വേണ്ടേ? കോശത്തിനകത്തെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശാംഗം. ഓക്കെ, കോശത്തിനകത്തെ സഞ്ചാരപാത എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഈ കോശാംഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന്റെ ഷേപ്പ് വരയ്ക്കുകയാണ് ജസ്റ്റ് ഇങ്ങനെ കുറെ ഇങ്ങനെ കോയിലായിട്ട് ഇതുപോലെ ഇങ്ങനെയുള്ള ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ചുറ്റി 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 നമ്മളെ മർമ്മത്തിനോട് ചേർന്നൊക്കെയാണ് കാണപ്പെടുന്നത്. കോശത്തിനകത്തുള്ള മർമ്മം ഉണ്ടെങ്കിൽ ആ മർമ്മത്തിനോട് ചേർന്നൊക്കെയാണ് ഈ കോശാംഗത്തിനെ കാണാം. അപ്പൊ ഇതിനുള്ളിൽ കൂടെ പദാർത്ഥങ്ങൾ ഇങ്ങനെ കടന്നു പോകും. അപ്പൊ അത് ആലോചിച്ച് വെക്കുക. കോശത്തിനുള്ള സഞ്ചാരപാത എന്നാണ് പറയാം അല്ലെ. നമ്മൾ പഴയത്തെ നമ്മളെ ബാലരമയിലും പൂമ്പാറ്റ പോലത്തെ ബുക്കുകളൊക്കെ ഓർമ്മയുണ്ടാവും. ഇതിനകത്ത് കൂടെ വഴി കാണിച്ചത് ഓർമ്മ ഉണ്ടാവില്ല അല്ലെ. എങ്ങനെ ഒരു ഭാഗത്തിനുള്ളിൽ കൂടെ നമ്മൾ മുയലിനൊക്കെ വഴി കാണിക്കുക. അപ്പൊ അതിങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ ഇതിനുള്ളിൽ കൂടെയാണ് സഞ്ചാരം. ഓക്കെ, സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് ഈ കോശാംഗമാണ്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നു അല്ലെ. സഞ്ചാരപാത അതിൽ കൂടെയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കൂടിയാണ്. ഓക്കെ, പിന്നെ നോക്കാം. കോശത്തിനകത്ത് ഇതുപോലൊരു കോശാംഗം ഇങ്ങനെ ഒരു നമ്മളിപ്പം ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പം എന്താ പറയുക, അതിന് കമ്പിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളച്ച് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോൺക്രീറ്റ് ഒക്കെ ചെയ്യുക അല്ലേ. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിനൊരു ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, ബിൽഡിങ്ങിനൊക്കെ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ കോശത്തിനകത്ത് ഇതുപോലെ ഒരു കോശാംഗം ഉള്ളത് കൊണ്ട് ഇത് കോശത്തിന് ദൃഢതയും
ആകൃതിയും നൽകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന അസ്ഥികൂടം അല്ലേ. അതേപോലെ കോശത്തിനകത്ത് കാണപ്പെടുന്ന ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കോശാസ്ഥികൂടം എന്നാണ് പറയാം. ഓക്കെ, കോശാസ്ഥികൂടം എന്നാണ് പറയാം. പ്രധാനപ്പെട്ട പോയിന്റ് മാർക്ക് ചെയ്യുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. സഞ്ചാരപാത, പദാർത്ഥ സംവഹനം, കോശാസ്ഥികൂടം. ഓക്കെ, ഒന്നാമത്തെ കാര്യത്തിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഊർജ്ജ നിലയം അല്ലെങ്കിൽ പവർ ഹൗസ് എന്ന് പറയുന്ന കോശാംഗം. ഇനി അടുത്തത് പരിചയപ്പെടുകയാണെങ്കിൽ നെക്സ്റ്റ് ഏതാണ്? റൈബോസോം ആണ് കൊടുത്തത് അല്ലെ. റൈബോസോം എന്ന് പറയുന്ന കോശാംഗത്തിന്റെ പ്രത്യേകത ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇതിന്റെ പ്രധാന ധർമ്മം എന്താണ്? മാംസ്യ നിർമ്മാണം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് അല്ലെ. പ്രോട്ടീൻ അഥവാ മാംസ്യത്തിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന കോശാംഗമാണ് ഏത്? റൈബോസോം. ഓക്കെ, റൈബോസോം. ഇനി ഈ റൈബോസോം നമ്മൾ കോശത്തിനകത്ത് സ്വതന്ത്രമായിട്ട് കാണപ്പെടാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട മുകളിൽ പഠിച്ച് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ കൂടെ ജോയിൻ ചെയ്ത് അതിനോട് ചേർന്ന്, ഇതിപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ ഇതിന്റെ കൂടെ ഇതിനോട് ഇങ്ങനെ ചേർന്ന് പറ്റിപ്പിടിച്ചും നമുക്ക് ആരെ കാണാൻ പറ്റും? റൈബോസോമിനെ കാണാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ റൈബോസോം മാംസ്യ നിർമ്മാണ കേന്ദ്രം അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നതാണ്. അതുകൊണ്ട് പ്രോട്ടീൻ ഫാക്ടറി എന്ന് വിളിക്കാറുണ്ട്. എന്താണ്? പ്രോട്ടീൻ ഫാക്ടറി എന്ന് വിളിക്കുന്ന കോശാംഗമാണ്. ഓക്കെ, റെഡി. അതേപോലെ റൈബോസോമിനെ കുറിച്ച് ഓർമ്മിച്ച് വെച്ചേക്കുക. ഒരു ആവരണം, സ്ഥരാവരണം ഇല്ലാത്ത ഒരു കോശാംഗമാണ് ഏത്? നമ്മുടെ റൈബോസോം. ഓക്കെ, റൈബോസോം എന്ന് പറഞ്ഞാൽ ചുറ്റും സ്ഥലം കൊണ്ടുള്ള ആവരണം ഇല്ല. അതുകൊണ്ട് പ്രോക്യാരിയോട്ട് കോശത്തിലും പ്രോക്യാരിയോട്ടിനകത്തും യൂക്യാരിയോട്ട് കോശത്തിലും ഒക്കെ കാണപ്പെടുന്ന കോശാംഗം കൂടിയാണ് ഏത്? റൈബോസോം. സ്ഥരാവരണം ഇല്ലാത്തതുകൊണ്ട് അതിനെല്ലാ കോശങ്ങളിലും കാണാൻ പറ്റും. റെഡി. ഇനി അടുത്തതാണ് ഏത്? ഫേനം അല്ലെ. ഫേനം എന്ന് പറയുന്നത് വാക്യൂൾ എന്നാണ് ഇംഗ്ലീഷ് പറയാ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഫേനം എന്ന് പറയുന്ന കോശാംഗത്തിന്റെയും സ്ഥലമുണ്ട്. ഇപ്പോൾ ഒരുവിധം നമ്മൾ മൈറ്റോകോൺട്രിയയ്ക്ക് ആണെങ്കിലും എല്ലാത്തിനും സ്ഥലങ്ങളുണ്ട്, ആവരണമുണ്ട്, ചുറ്റും ആവരണമുണ്ട്. അതുപോലെ ഫേനത്തിന് ഒരു ആവരണമുണ്ട്. പക്ഷെ ഫേനത്തിന്റെ ആവരണത്തിന് ഒരു പ്രത്യേക പേരുണ്ട്. അത് മാത്രം എടുത്ത് ചോദിക്കുന്നതാണ്. ടോണോപ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ്? ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കോശാംഗമാണ് ഇത് ഫേനം. ഓക്കെ, അപ്പൊ ഇതിന്റെ ധർമ്മം ഇതാ നോക്കിയേ. ഈ ഒരു ചിത്രം ഇതൊരു സസ്യത്തിന്റെ കോശമാണ്. സസ്യകോശത്തിന്റെ ചിത്രമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ കാണാൻ ഇവിടെ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ കാണുന്നില്ലേ? ഒരു വെള്ളം പോലെ അല്ലെ, സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇതിനെ ഈ വരച്ചിരിക്കുന്ന ആവരണമാണ് ഏത്? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഒരു സ്വിമ്മിംഗ് പൂളിൽ മെയിൻ ആയിട്ട് എന്താ ഉണ്ടാവുക? ജലം അല്ലേ ഉണ്ടാവുക. അതേപോലെ ഇതാ ജലം. ഓക്കെ, ജലമാണ് ഉണ്ടാവുക. പിന്നെ എന്താണ്? ലവണങ്ങള്, പിന്നെ ഒരു കോശത്തിന് ആവശ്യമില്ലാത്ത വിസർജ്യ വസ്തുക്കള്, ഇതിനെയൊക്കെ മാറ്റുന്ന ഒരു സ്റ്റോർ ഹൗസ് പോലെ മാറ്റി വെക്കുന്ന ഒരു ഭാഗമാണ് ഇത് ഫേനം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതേപോലെ വലിയ ഫേനം. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണപ്പെടുന്നത് വലിയ ഫേനമാണ് അല്ലെ. ഈ കോശത്തിൽ വലിയൊരു ഫേനം കാണാം. അത് സസ്യകോശത്തിന്റെ പ്രത്യേകതയാണ്. ജന്തുകോശത്തിനകത്ത് ഇങ്ങനെ വലിയ ഫേനം കാണുന്നില്ല. സസ്യകോശത്തിലാണ് വലിയ ഫേനം കാണപ്പെടുന്നത്. ഓക്കെ, റെഡി. ഇനി അടുത്ത ഒരു കോശാംഗത്തിന്റെ പേരെന്താ? ഗോൾജി കോംപ്ലക്സ് എന്നാണ് പറയാം. ഓക്കെ, ഗോൾജി കോംപ്ലക്സ് ആണ്. ആ പേര് പോലെ തന്നെ ഗോൾജി എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ച ആളിന്റെ പേരാണ്. കാമില്ലോ ഗോൾജി എന്ന് പറയുന്ന ആളാണ് അത് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നോക്കുക. ഇതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുമ്പോൾ ഇതും എവിടെയാണ്? നമ്മൾ നേരത്തെ പഠിച്ച എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോലെയുള്ള കോശാംഗത്തിന്റെ ഒക്കെ പരിസരത്തായിട്ട് അതിനടുത്തായിട്ട് തന്നെ ഇതിനെ നമുക്ക് കാണാൻ പറ്റും. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശ സ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു കോശത്തിനകത്ത് രൂപപ്പെടുന്ന പ്രോട്ടീൻ ഉണ്ടാവും, ലിപ്പിഡ് ഉണ്ടാവും. അപ്പൊ ഇതിനെയൊക്കെ ഹോർമോൺ, എൻസൈം ഇങ്ങനെയുള്ള രൂപത്തിലൊക്കെ ആക്കി മാറ്റി ഓരോന്നും ഓരോ സഞ്ചികളിലാക്കി പാക്ക് ചെയ്യാണ് അല്ലെ. അപ്പൊ പാക്ക് ചെയ്ത് വിടുന്ന ആൾക്കാരാണ്. പാക്കേജിങ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്ന, സഞ്ചികളിലാക്കുന്ന, സ്ഥരസഞ്ചികളിലാക്കുന്ന, പാക്കിംഗ് നടത്തുന്ന ആൾക്കാരാണ് ഇത് നമ്മുടെ ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്ന കോശാംഗം. ഓക്കെ, ഓർമ്മിച്ച് വെച്ചേക്കണേ. അതേപോലെ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഗ്രന്ഥിക്കകത്ത് വെച്ചിട്ടാണ്, ഒരു ഗ്രന്ഥിക്കകത്താണ് എന്തുണ്ടാവും? നമുക്കറിയാം ഹോർമോണുകളെ നിർമ്മിക്കാൻ ഗ്രന്ഥികളുണ്ട്. അതേപോലെ രാസാഗ്നി അഥവാ നമ്മളെ എൻസൈമിനെ നിർമ്മിക്കാനും ഗ്രന്ഥിയുണ്ട്. അപ്പൊ ഗ്രന്ഥിയിലാണ് ഇതിന്റെ നിർമ്മാണം. അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം കൂടുതൽ എവിടെയാണ് വേണ്ടത്? ഗ്രന്ഥി കോശങ്ങളാണ്. ഓക്കെ, ഗ്രന്ഥി കോശങ്ങളിലാണ് ഇതിനെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതേപോലെ ഇതിനെയാണ് നമ്മൾ കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നൊക്കെ വിളിക്കുന്ന കോശാംഗം കൂടിയാണ്. മുൻപേ ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഒരു കോശത്തിലെ ട്രാഫിക് പോലീസ് നടക്കുന്ന എല്ലാ ആൾക്കാരെ ഇങ്ങനെ നിയന്ത്രിക്കും പോലെ ഈ കോശാംഗം എന്ത് ചെയ്യാണ്? എല്ലാം സഞ്ചിയിലാക്കിയിട്ട് വേണ്ട ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒരു കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഒരു കോശാംഗമാണ് ഏത്? ഗോൾജി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഗോൾജി കോംപ്ലക്സ്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഒരു കാര്യം കൂടെ കോശമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യം കൂടെ പറയുകയാണെങ്കിൽ മറ്റൊരു കോശാംഗത്തിന്റെ പേര് സെൻട്രോസോം എന്നാണ്. സെൻട്രോസോം
ഓക്കെ, സെൻട്രോസോം എന്ന് പറയുന്ന കോശാംഗത്തിന്റെ പേരും കൊടുത്തു. അതേപോലെ വരുന്ന ലൈസോസോം എന്ന് പറയുന്ന ഒരു കോശാംഗത്തിന്റെ പേര് ഇവിടെ കാണാലോ അല്ലെ. ലൈസോസോമിന് ഓൾറെഡി നമ്മൾ പേര് കണ്ടു. നമ്മളിപ്പോൾ ഈ ഒരു ആൻസർ എന്നാണ് ഇങ്ങോട്ട് വന്നത്. ജന്തുകോശത്തിൽ കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് ലൈസോസോം, ജന്തുകോശത്തിൽ മാത്രം അല്ലെ. അപ്പൊ ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന മറ്റൊരു കോശാംഗം ചോദിച്ചാൽ, ഒന്ന് ലൈസോസോം ആണെന്ന് മനസ്സിലായി, മറ്റൊന്ന് ചോദിച്ചാൽ എന്ത് പറയാം? സെൻട്രോസോം. ഒരേപോലത്തെ പേരല്ലേ ഉള്ളത് അല്ലെ, ലൈസോസോം സെൻട്രോസോം രണ്ടും ഇതിലാണ് കാണപ്പെടുക. എവിടെയാണ്? ജന്തുകോശത്തിൽ മാത്രം, സസ്യങ്ങളിലില്ല. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് സെൻട്രോസോം. ഈ സെൻട്രോസോം ജന്തുകോശത്തിൽ ഏത് സമയത്താണ് ഇതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ കോശ വിഭജനത്തിലാണ് ഇവർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. ഓക്കെ, കോശ വിഭജനത്തിനാണ് പങ്കുവഹിക്കുക. ഈ സെൻട്രോസോം കോശ വിഭജന സമയത്ത് 2 കഷ്ണങ്ങളായിട്ട് പിരിയും. ഓക്കെ, 2 ഭാഗങ്ങളായിട്ട് പൊട്ടി 2 ഭാഗങ്ങളായിട്ട് മാറും. അങ്ങനെ 2 കഷ്ണങ്ങളായിട്ട് മാറുമ്പം അതിന് പറയുന്ന പേരാണ്, ഇവിടെ ഒരു വാക്കുണ്ട്, സെൻട്രിയോളുകൾ. ഓക്കെ, എന്താണ്? സെൻട്രിയോളുകൾ. സെൻട്രിയോളുകൾ എന്നാണ് പറയുക. അപ്പൊ സെൻട്രോസോമിന്റെ 2 ഭാഗങ്ങളാണ് എന്ത്? സെൻട്രിയോളുകൾ എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. അപ്പൊ സെൻട്രോസോം എന്ന് കേട്ടാലും സെൻട്രിയോൾ എന്ന് കേട്ട് കഴിഞ്ഞാലും ഒരേ കാര്യം തന്നെയാണ്. ഓക്കെ, റെഡി അല്ലേ? ലൈസോസോം മനസ്സിലായി. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സഞ്ചി പോലെയുള്ള ഒരു ഭാഗമാണ് ശരിക്കും എന്ത്? ലൈസോസോം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിനും ഒരു ഇതേപോലെ ഒരു സ്തരാവരണമൊക്കെ ആയിട്ട് ഇങ്ങനെയാണ്. അപ്പൊ ഇതിനകത്ത് നിറയെ എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള കുറെ രാസാഗ്നികൾ ഉണ്ടാവും. അപ്പൊ കോശത്തിനകത്തേക്ക് വരുന്ന ആൾക്കാർ അത് നശിപ്പിക്കും. ആ സഞ്ചി പോലത്തെ ഭാഗം പൊട്ടി അതിനെ നശിപ്പിക്കും അല്ലെ. ചില സമയത്ത് ഈ പ്രവർത്തനം നടത്തുന്നതിന്റെ ഇടയിൽ അത് നിൽക്കുന്ന കോശം തന്നെ നശിച്ചു പോകാനൊക്കെ കാരണമായിട്ട് മാറും. ഒരു അബദ്ധം പറ്റുന്നത് പോലെ എന്ത് ചെയ്യാണ്? ഇതിനകത്ത് രാസാഗ്നി പുറത്തു വന്ന കംപ്ലീറ്റ് കോശം, രോഗാണുവിനെ മാത്രമല്ല എല്ലാ കോശവും ഫുള്ള് നശിപ്പിക്കാൻ ചിലപ്പം ഇത് ഇടയായി പോകും. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ ഇതിനെ പറയുന്നതാണ് ആത്മഹത്യാ സഞ്ചി അല്ലെ. ആത്മഹത്യാ സഞ്ചി എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു കോശാംഗമാണ് ഏത്? ലൈസോസോം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സൂയിസൈഡ് ചെയ്യാണ്, അല്ല ആത്മഹത്യ എന്ന് വെച്ചാൽ സൂയിസൈഡ്. അപ്പൊ സൂയിസിഡൽ ബാഗ്സ് എന്നൊക്കെയാണ് ഇവരെ നമ്മൾ വിളിക്കുക. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇതൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നതാണ്, ഓർമ്മിച്ച് വെക്കുക. ഓരോ കോശാംഗത്തിന് ഓരോ വിശേഷണങ്ങളുണ്ട്. അപ്പൊ അത് അവിടെ പഠിച്ചു വെച്ചേക്കാം. റെഡി? ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. പിന്നെ ഇവിടെ ഒരു വാക്ക് കാണാം, ഇതൊക്കെ കോശമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു വാക്ക് കാണാം, ജീവസ്തരങ്ങൾ എന്നാണ് കൊടുത്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു കോശത്തിന് ചിത്രം എടുക്കുകയാണെങ്കിൽ ഒരു കോശത്തിന് ചുറ്റും കാണപ്പെടുന്ന സ്ഥലത്തിന്റെ പേര് നമ്മൾ കോശസ്തരം എന്നാണ് പറയാം അല്ലെ, കോശസ്തരം. ഓക്കെ, ഇനി ഇതിനകത്തൊരു മർമ്മം വരച്ചാൽ ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പൊ ഈ മർമ്മം കൃത്യമായിട്ട് വരയ്ക്കുമ്പോൾ മർമ്മത്തിനും എന്തുണ്ട്? ഇരട്ട സ്ഥലമുണ്ട്. മർമ്മത്തിനും കാണാം എന്ത്? അതിൻ്റെതായിട്ടുള്ള സ്ഥലം. ഇപ്പൊ നമ്മളെ വീട്ടിൽ ഓരോ റൂമിനും ഓരോ സെപ്പറേറ്റ് ആയിട്ട് വാൾ ഉണ്ടാവില്ലേ, അതേപോലെ. പിന്നെ ഇതിനകത്തുള്ള ഓരോ കോശാംഗങ്ങളെ പറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ അധിക കോശാംഗങ്ങൾക്ക് എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ സ്ഥലം ഇല്ലാത്ത നമ്മളെ റൈബോസോം എന്ന് പറയുമ്പം സ്ഥലം ഇല്ലാത്തതാണ്. അതേപോലെ സെൻട്രോസോം എന്ന് പറയുന്ന സമയത്തൊക്കെ എന്താണ്? സ്ഥലം ഇല്ലാത്തൊരു കോശാംഗമായിട്ടാണ് പറയാം. അപ്പൊ എന്തായാലും അധിക കോശാംഗത്തിന് എന്തുണ്ട്? സ്ഥലമുണ്ട്. ഈ എല്ലാ സ്ഥലങ്ങളെയും കൂടെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ജീവസ്തരങ്ങൾ എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ കോശത്തിന് ഒരു സ്തരാവരണം ഉണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ ആവരണമാണ് കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്. അതേപോലെ കോശത്തിന് മാത്രമല്ല മർമ്മത്തിനും സ്ഥലമുണ്ട്. മിക്ക കോശാംഗങ്ങൾക്കും എന്തുണ്ട്? സ്തരാവരണമുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, സ്തരാവരണമുണ്ട്. അപ്പൊ കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങൾ തമ്മിലും കോശദ്രവ്യമായിട്ടൊക്കെയുള്ള പദാർത്ഥ വിനിമയം ഒക്കെ നടക്കുന്നത് ഏതിൽ കൂടിയാണ്? ഈ സ്തരങ്ങളിൽ കൂടിയാണ്. ഓക്കെ, അതുപോലെ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്ഥലത്തിന് വ്യക്തമായിട്ട് അറിയാം ഏതൊക്കെ പദാർത്ഥത്തിന് ഉള്ളിലേക്ക് കടത്തിവിടണം അല്ലെ, ഒരു കോശത്തിന്റെ ഉള്ളിലേക്ക് ആരൊക്കെ വരണം. അപ്പൊ അങ്ങനെ നിർബന്ധമായിട്ടും വേണ്ടതിനെ മാത്രം സെലക്ട് ചെയ്ത് കടത്തിവിടാൻ അറിയാവുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളാണിത്. അപ്പൊ ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട കോശസ്തരത്തിനെയും മർമ്മത്തിന്റെ സ്ഥലത്തിനെയും മറ്റു കോശാംഗങ്ങളുടെ സ്ഥലത്തിനെയും ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവസ്തരങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? വെരി ഇമ്പോർട്ടന്റ് ടേം ആണ്, വരണതാര്യസ്തരങ്ങൾ എന്നാണ് പറയാം. ഓക്കെ, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പറയാം. ആരൊക്കെ ഉള്ളിലേക്ക് വരണം എന്ന നല്ല നിശ്ചയമുള്ള സ്ഥലങ്ങൾ അല്ലെ. അപ്പൊ ആര് വരണം എന്നറിയുന്നത് കൊണ്ട് അതിന്റെ പേരെന്താ? വരണതാര്യസ്ഥലം. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കോശത്തിന്റെ ചിത്രം ജസ്റ്റ് പരിചയപ്പെട്ടു. അപ്പോൾ കോശത്തിന്റെ ഏറ്റവും പുറമെ കണ്ട ഈ സ്ഥലത്തിന്റെ പേരാണ് നമ്മൾ എന്ത് പേരിട്ടത്? കോശസ്തരം എന്ന് വിളിച്ചത് അല്ലെ. ഇതൊരു ജന്തുകോശത്തിന്റെ പോലത്തെ ചിത്രമാണ് വരച്ചത്. സസ്യകോശമായിരുന്നെങ്കിൽ ഈ കോശസ്ഥലത്തിന്റെ പുറമെ ആയിട്ട് ഒരു കോശഭിത്തി എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ടാവും. ജന്തുകോശമാകുമ്പോൾ കോശഭിത്തി ഇല്ല. അപ്പൊ ഇവിടെ എന്തായാലും കോശസ്തരം വരച്ചു. ഇതിനകത്തുള്ള ദ്രാവക ഭാഗത്തിന് നമ്മൾ എന്താ പറയാ? കോശദ്രവ്യം എന്നാണ് പറയാം അല്ലെ, അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയാം. കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് വിളിക്കാറുണ്ട്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ മറ്റുള്ള കോശാംഗങ്ങളെയൊക്കെ കാണാം. ഇനി ഇവിടെ കൊടുത്ത സാധനം ഒന്ന് വായിച്ചു നോക്കാം.
കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് നമ്മൾ ജീവദ്രവ്യം എന്നാണ് പറയുന്നത്. പ്രോട്ടോപ്ലാസം എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. ഓക്കെ, അപ്പോൾ കോശസ്തരത്തിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ആരുണ്ടാവും? കോശസ്തരത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്ന കോശദ്രവ്യം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ സൈറ്റോപ്ലാസം ഉണ്ട്. അതിൽ കിടക്കുന്ന ചിതറിക്കിടക്കുന്ന ഒരുപാട് കോശാംഗങ്ങളുണ്ട്, മെയിൻ ആയിട്ട് കാണപ്പെടുന്ന മർമ്മമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ പറയുന്ന പേരാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് വെച്ചാൽ. ഓക്കെ, ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ഇനി ഈ എല്ലാ ആൾക്കാരിൽ നിന്ന് നമ്മൾ മർമ്മം എന്ന് പറയുന്ന ഭാഗം മാത്രം ഒന്ന് ഒഴിവാക്കുക. മനസ്സിലെങ്ങനെ കാണുക, ഇതിനെ മർമ്മത്തിനെ മാത്രം ഒന്ന് മൈനസ് ചെയ്യുക, അതിനൊന്ന് കുറയ്ക്കാം അല്ലെ, മർമ്മം എടുത്ത് മാറ്റുക. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും? കോശദ്രവ്യവും കോശാംഗങ്ങളും എല്ലാവരും ഉണ്ടാവും. ആ ഭാഗത്തിനെ നമ്മൾ എന്ത് പേരിട്ടാ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ച കോശദ്രവ്യം എന്ന് പറയുന്ന ദ്രാവകത്തിന് മാത്രം കോശദ്രവ്യം എന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ ദ്രാവകവും കോശാംഗവും കൂടെ ചേർന്ന് എന്ത് പറയുന്നു ചോദിച്ചാൽ അതിനും നമ്മൾ അതേ പേരിട്ട് തന്നെയാണ് വിളിക്കുക. ഓക്കെ, ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തിന് നമ്മൾ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് തന്നെയാണ് പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ ഒരുപാട് കോശാംഗങ്ങളുണ്ട്. ആ കോശാംഗങ്ങളെ പണി എന്താ? ഓരോരുത്തർക്കും ഓരോ ജോലി ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ഓഫീസിൽ കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഓരോ പേർക്കും ഓരോ ജോലി ഉണ്ടാവും അല്ലെ. അതേപോലെ ഓരോ കോശാംഗം ഓരോ പണിയാണ് ചെയ്യുക. നമ്മൾ കണ്ടതാണ്, മൈറ്റോകോൺട്രിയ ഊർജ്ജം ഉണ്ടാക്കുന്നു, റൈബോസോം പ്രോട്ടീൻ ഉണ്ടാക്കുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിർവഹിക്കാൻ, ഓരോ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഓരോ ഘടകങ്ങൾ നമ്മൾ കോശദ്രവ്യത്തിൽ കണ്ടു അല്ലെ. ഈ നിർവഹണം നടത്താൻ വേണ്ടിയിട്ടുള്ള കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഈ സവിശേഷ ഘടകങ്ങൾ അല്ലെങ്കിൽ അംഗങ്ങളെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, കോശാംഗം. അപ്പൊ ഇനി കൺഫ്യൂഷൻ ആയി പോകരുത്. കോശസ്തരത്തിനുള്ളിലെ ദ്രാവക ഭാഗം എന്താണ്? ദ്രാവക ഭാഗം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോശത്തിനകത്തുള്ള ദ്രാവക ഭാഗം ചോദിച്ചാൽ ആൻസർ എന്ത് തന്നെയാണ്? കോശദ്രവ്യം തന്നെയാണ്. കോശദ്രവ്യം തന്നെയാണ്. ഇനി അതേപോലെ ഇവിടെ ഈ രീതിയിൽ എടുത്തു ചോദിച്ചാലും ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തിന് പറയുന്ന പേരെന്താ എന്ന് ചോദിച്ചാൽ അപ്പോഴും നമ്മൾ എന്ത് പേര് തന്നെയാണ് പറയണ്ടേ? കോശദ്രവ്യം എന്ന് തന്നെയാണ് പറയാം. അപ്പൊ അതിനകത്ത് കോശാംഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കോശദ്രവ്യം എന്ന് തന്നെയാണ് അതിന് പറയാം. ഓക്കെ, മർമ്മം ഒഴിവാക്കിയാലാണ് പറയാം. മർമ്മവും കൂടെ ചേരുമ്പം ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. എല്ലാവരും ഉണ്ടെങ്കിലാണ് ജീവൻ അല്ലെ, ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ എല്ലാം കൂടെ ചേർന്നിട്ട് ജീവദ്രവ്യം മൈനസ് മർമ്മം ഈക്വൽ ടു എന്താ പറയേണ്ടത്? കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടതു ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേരാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ ഹൃദയത്തിനെ പറ്റി അത്യാവശ്യം കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു അവയവമാണ് ഹൃദയം. അപ്പൊ അത് കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമേ എങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഡയറക്റ്റ് ഒരു വാൽവിന്റെ ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടതു ഏട്രിയം എന്നാണ് കൊടുത്തത് അല്ലെ. അതേപോലെ ഇടത് വെൻട്രിക്കിൾ, ഇതിൽ ഇടത് വലത് എന്ന് പറയുന്നതും ഏട്രിയം എന്ന് പറയുന്നതും വെൻട്രിക്കിൾ എന്ന് പറയുന്നതും ഒക്കെ എന്താണ് ടേം എന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി? അപ്പൊ അത് ഓർമ്മിക്കുക. അപ്പൊ ഇവിടെ എന്തായാലും ആൻസറിൽ നമുക്ക് മനസ്സിലാക്കിയതിനു ശേഷം കൂടുതൽ ഫാക്ടറിലേക്ക് പോവാം. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേരാണ് ചോദിച്ചത്. പക്ഷെ ഹൃദയത്തിന്റെ മുകളിലത്തെ അറയാണ് ഏട്രിയം എന്ന് പറയുന്നത്, താഴെയുള്ള അറയ്ക്കാണ് നമ്മൾ എന്ത് പറയാ? വെൻട്രിക്കിൾ എന്ന് പറയാം. വെൻട്രിക്കിൾ എന്ന് പറയാം. അതേപോലെ ഇടത് ഭാഗത്ത് ഏട്രിയത്തിന്റെയും വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണപ്പെടുന്ന ആ വാൽവിന്റെ പേര് ഏതാണ്? ദ്വിദള വാൽവ് എന്നതാണ് ആൻസർ. ഓക്കെ, ദ്വിദള വാൽവാണ്. അപ്പോൾ വേറൊരു വാക്ക് കൂടി ഉണ്ട്, എന്താ പറയാ? ബൈകസ്പിഡ് വാൽവ്. ബൈകസ്പിഡ് വാൽവ് എന്നാണ് പറയാ, അല്ലെങ്കിൽ ദ്വിദള വാൽവ് എന്നാണ് പറയേണ്ടത്. അതും അല്ലെങ്കിൽ ഒരു പേരും കൂടി ഉണ്ട്, മിട്രൽ വാൽവ്. ഓക്കെ, മിട്രൽ വാൽവ് എന്ന് അറിയപ്പെടുന്ന വാൽവാണിത്. റെഡി അല്ലേ? അപ്പൊ ഓപ്ഷൻ എ എന്താ? ത്രിദള വാൽവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ത്രിദള വാൽവ് അപ്പൊ ഏത് ഭാഗത്താ? ഇതേ ക്വസ്റ്റ്യൻ വലതെന്ന് വെച്ചാൽ ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവ് ഏതാന്ന് ചോദിച്ചാലാണ് നമ്മൾ അവിടെ ത്രിദള വാൽവ് എന്ന് പറയുന്ന ആൻസർ പറയാം. അപ്പൊ ഇവിടെ ബൈകസ്പിഡ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് എന്ത് പേര് കൊടുക്കാം? ട്രൈകസ്പിഡ്. ഓക്കെ, ട്രൈകസ്പിഡ്. അപ്പൊ ഇവിടെ രണ്ട് പേര് മാത്രമാണ് ആലോചിച്ച് വെക്കാനുള്ളത്. ട്രൈകസ്പിഡ് വാൽവ് എന്നാണ് നമ്മൾ പറയേണ്ടത്. റെഡി അല്ലേ? അപ്പൊ ഇടത് ഭാഗത്തുള്ളതാണ് ഏത്? ദ്വിദളം. ദ്വിദളം ഇടത് ഭാഗത്താണ്. വലത് ഭാഗത്തുള്ള വാൽവാണ് ത്രിദളം എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചേക്കുക. ത്രിദളം. ഓക്കെ, റെഡി അല്ലേ? ഇതെന്താണ്? ബൈകസ്പിഡ് ആണ്. ഇതെന്താണ്? ട്രൈകസ്പിഡ് ആണ് അല്ലെ. അല്ലെങ്കിൽ ഒന്നിങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. വലത് എന്ന് പറയുമ്പോൾ എന്താ? റൈറ്റ് ആണ് അല്ലെ. റൈറ്റ് ആണ്, റൈറ്റ് സൈഡ് ആണ്. ഇത് ലെഫ്റ്റ് സൈഡ് ആണ്. റൈറ്റിന് വലത് എന്നുള്ള അർത്ഥം അല്ലാതെ ശരി എന്നുള്ള അർത്ഥം കൂടി ഇല്ലേ? അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് വെച്ചേക്ക്. എപ്പോഴും നമ്മൾ ശരിയായ കാര്യം എന്താ? എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താ? ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അല്ലെ. ട്രൈ ചെയ്യുക. കാരണം ഇപ്പൊ എക്സാമിലാണെങ്കിൽ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വിചാരിച്ച സ്കോർ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഗെയിൻ ട്രൈ ചെയ്യണം അല്ലെ. ട്രൈ ചെയ്യുക എന്നുള്ളതാണ് റൈറ്റ് ആയ കാര്യം. അപ്പൊ ട്രൈകസ്പിഡ് വാൽവാണ് ഇവിടെ കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത്, അല്ലെങ്കിൽ വലതുവശത്ത് കാണുന്നത്. ഓക്കെ, യെസ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. മറന്നു പോകുന്നു തോന്നുന്ന ആൾക്കാർ മാത്രം കേട്ടോ, അല്ലാത്തവർ ഡയറക്റ്റ് പഠിച്ചതാണെങ്കിൽ ഓക്കെ.
ഇനി ഈ ഒരു ഭാഗങ്ങൾ, ഈ ഒരു അത്യാവശ്യം നമ്മളൊരു ഹൃദയം പഠിക്കുമ്പം നിർബന്ധമായിട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുമ്പം മനുഷ്യ ഹൃദയത്തിൽ എത്ര അറയുണ്ടെന്ന് ചോദിച്ചാൽ എത്ര അറയാണ്? 4 അറയാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, ഒരു ഹൃദയം ആണ്, അത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 4 ചാമ്പറാണ്, 4 അറയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഹൃദയത്തിന്റെ മുകളിലത്തെ അറകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഹൃദയത്തിന്റെ മുകളിലത്തെ അറകൾക്ക് നമ്മൾ പറയുന്ന പേരെന്താണ്? എന്ത് പേരാണ് പറയാ? നേരത്തെ നമ്മൾ കണ്ടു അല്ലെ, ഏട്രിയം എന്നാണ് പറയേണ്ടത്. എന്താണ്? ഏട്രിയം. ഇനിയല്ല, ഓറിക്കിൾ എന്ന് പറയുന്ന ഒരു വാക്കും കൂടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ടെക്സ്റ്റിൽ ഏട്രിയം എന്ന് പറയുന്ന വാക്കാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, രണ്ടും ശരിയാണ്. ഏട്രിയം എന്നാലും ഓറിക്കിൾ എന്നാലും രണ്ട് ശരിയാണ്. ഓക്കെ, ഇനി ഹൃദയത്തിന്റെ താഴെയുള്ള അറകൾക്ക് പറയുന്ന പേരെന്താണ്? താഴെയുള്ള അറകൾക്ക് പറയുന്നത് എന്താ? മുകളിൽ ഏട്രിയവും താഴെയുള്ള അറയുടെ പേരാണ് വെൻട്രിക്കിൾ. ഓക്കെ, എന്താണ്? വെൻട്രിക്കിൾ എന്നാണ് പറയാം. അപ്പം മുകളിൽ 2 അറ അല്ലെ, 2 ഏട്രിയോ ഉണ്ട്, 2 വെൻട്രിക്കിൾ ഉണ്ട്. അങ്ങനെയാണ് ടോട്ടൽ 4 അറകളായിട്ട് മാറുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഇനി ഹൃദയം പഠിക്കുമ്പോൾ എപ്പോഴും ഹൃദയത്തിനൊരു വലതുഭാഗവും ഇടതുഭാഗവും മനസ്സിൽ കാണാം. ഹൃദയത്തിന്റെ വലതുഭാഗത്ത് ഏത് തരത്തിലുള്ള രക്തമാണ് കാണപ്പെടുക എന്ന് ചോദിച്ചാൽ അശുദ്ധ രക്തമാണ് വലതുഭാഗത്ത് ഉണ്ടാവട്ടെ. എപ്പോഴും ചിലപ്പോൾ ഒരു വലതെന്ന് പറയുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും ഹൃദയം പഠിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുക. വലതുഭാഗത്ത് അശുദ്ധ രക്തമാണുള്ളത്. അശുദ്ധ രക്തം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ ഓക്സിജൻ കുറവുള്ള രക്തമാണ്. ആ രക്തത്തിൽ ഓക്സിജൻ കുറവായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത് കൂടുതലായിട്ടുണ്ടാവുക. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ, ഓക്സിജൻ കുറവുള്ള രക്തമാണ് എവിടെ ഉണ്ടാവുക? വലതുഭാഗത്ത് വന്ന് നിറയാം. ഓക്കെ, അതേപോലെ ഇടതുഭാഗത്ത് എന്താ പറയണ്ടേ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ശുദ്ധരക്തമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഇടതുഭാഗത്ത് ഉണ്ടായിരിക്കുക. ശുദ്ധരക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ നേരെ തിരിച്ചു പറയണം. അവിടെ ഓക്സിജൻ കൂടുതലുണ്ടാവും. ഓക്സിജന്റെ അളവ് കൂടുതലുള്ള, അതേസമയം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറവുള്ള രക്തത്തിനെയാണ് നമ്മൾ ശുദ്ധരക്തം എന്ന് പറയാം. കാരണം ശ്വാസകോശത്തു നിന്ന് ശുദ്ധീകരിച്ച് നേരിട്ട് വന്ന് രക്തം നിറയുന്ന നമ്മളെ ഭാഗമാണേത്? ഇടതുഭാഗം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇടതുഭാഗത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്? മറക്കരുത്, ഈ കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഹൃദയം നന്നായിട്ട് പഠിക്കാൻ പറ്റുക. ഇത് ഹൃദയം പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ഡയഗ്രാം. ഓക്കെ, അറകൾ കാണാലോ. ഇതിൽ ഇതാണ് ഒന്നാമത്തെ അറ. നമ്മൾ 4 അറ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ അറ ഇതാണ്. ഇതേപോലെ ഇതാ രണ്ടാമത്തെ അറയായിട്ട് ഇവിടെ നമുക്ക് കാണാം 3, 4 ഇങ്ങനെ 4 അറകൾ കാണിക്കുകയാണ് അല്ലെ. അപ്പൊ നോക്കി, ഇത് പഠിക്കുന്ന സൗകര്യത്തിന് എപ്പോഴും ഈ ഭാഗം വലതു ഭാഗമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ ഈ ചിത്രത്തിന്റെ ഈ ഭാഗം എന്താണ്? ഇടതു ഭാഗമായിട്ട് മനസ്സിലാക്കുക. റെഡി അല്ലേ? അപ്പം വലത് ഭാഗത്ത് കാണപ്പെടുന്ന അല്ലെ, വലത് ഭാഗത്ത് കാണപ്പെടുന്ന ഏട്രിയം എന്ന് പറയുന്ന ഭാഗം ചോദിച്ചാൽ ഇതാണ് മുകളിലുള്ള അറ, വലത് ഏട്രിയം. അതേപോലെ വലത് ഭാഗത്ത് കാണപ്പെടുന്ന വെൻട്രിക്കിൾ ഏതാണ്? വെൻട്രിക്കിൾ ചോദിച്ചാൽ ഇതാണ് ആൻസർ, വലത് വെൻട്രിക്കിൾ. ഇതപ്പോ എന്തായിരിക്കും? ഇടത് ഏട്രിയം ആയിരിക്കും അല്ലെ. ഇത് ഇടത് ഏട്രിയം ആയിരിക്കും. ഇതേപോലെ ഇത് ഇടത് വെൻട്രിക്കിൾ ആയിരിക്കും, വെൻട്രിക്കിൾ. അപ്പൊ ഇതൊരു ചിത്രം കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെ ഓർമ്മിച്ച് വെച്ചേക്കാം. റെഡി അല്ലേ? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തുന്ന അശുദ്ധ രക്തം, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടുവരുന്ന അശുദ്ധ രക്തം ഇതാ ഈ ഭാഗത്ത് കൂടെ വന്നിട്ട് ഇവിടെ നിറയും. അപ്പൊ ഇതിന്റെ അല്ലെ, ഈ ഒരു ഭാഗത്തിന് വന്ന ആ കുഴലിന്റെ പേരാണ് എന്ത് നമ്മൾ പറയുന്നത്? ഊർദ്ധ മഹാസിര എന്ന് പറയും, അല്ലെങ്കിൽ സുപ്പീരിയർ വീന കാവ എന്നൊക്കെ പറയുന്ന ആ ഭാഗത്തിൽ കൂടെ ഇവിടെ വന്നിട്ടാണ് നിറയും. അതേപോലെ താഴെ ശരീരത്തിന്റെ താഴെ ഭാഗത്തു നിന്നുള്ള അശുദ്ധ രക്തം ഇതേപോലെ കയറി വന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ തുറക്കും. എന്ന് പറഞ്ഞാൽ ഈ അറയിൽ തന്നെയാണ് എന്ത് ചെയ്യുക? അത് വന്ന് നിറയും അല്ലെ. അപ്പൊ അശുദ്ധ രക്തം ആദ്യം വന്ന് നിറയുന്ന ഭാഗം വലത് ഏട്രിയം. വലത് ഏട്രിയം നിറയുമ്പം ആ മുകൾ ഭാഗം സങ്കോചിക്കും. ഹൃദയത്തിന്റെ മുകൾ ഭാഗം ഇങ്ങനെ സങ്കോചിക്കുമ്പം ആ രക്തം നേരെ ഇങ്ങോട്ടാണ്, താഴേക്കാണ് വരിക അല്ലെ. എന്ന് പറഞ്ഞാൽ വലത് വെൻട്രിക്കിളിലേക്കാണ് വരിക. അതിനു വേണ്ടി സഹായിക്കാൻ ദാ ഇവിടെ കാണപ്പെടുന്ന ഈ വാൽവ് കണ്ടില്ലേ? ഈ ഭാഗം ഇതാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചില്ലേ, വാൽവിന്റെ ഭാഗങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇതാണ് വലതു ഭാഗത്ത് കാണപ്പെടുന്ന വാൽവ്. ഈ വലതുള്ള ഈ വാൽവിന്റെ പേരെന്തായിരുന്നു? ത്രിദള വാൽവ് അല്ലെ. ത്രിദള വാൽവ് എന്നറിയപ്പെടുന്ന വാൽവാണ് ആ കാണുന്നത്. അത് തുറക്കുമ്പോഴാണ് താഴേക്ക് വരിക. ഇനി ഹൃദയം എങ്ങോട്ടാ? ഹൃദയത്തിന്റെ താഴെ ഭാഗം സങ്കോചിക്കുകയാണ്. വെൻട്രിക്കിളുടെ ഭാഗം സങ്കോചിക്കുമ്പം രക്തം നേരെ ഇതിൽ കൂടെയാണ് കയറിപ്പോവുക. ആ വഴി കണ്ടാലറിയാം, അങ്ങോട്ടേ വഴിയുള്ളൂ അല്ലെ. അപ്പൊ അതിൽ കൂടെയാണ് നേരെ കയറിപ്പോവുക. ഇത് എങ്ങോട്ട് പോകുന്നു വെച്ചാൽ ഇത് 2 ശ്വാസകോശത്തിലേക്കാണ് പോകെ. ശ്വാസകോശത്തിലേക്കാണ്. ഇത് രണ്ടും 2 ശ്വാസകോശം ഉണ്ടല്ലോ, ആ 2 ശ്വാസകോശത്തിലേക്കാണ് രക്തം കയറിപ്പോവുക അല്ലെ. അപ്പൊ അതിനെ സഹായിച്ച ഈ ഭാഗത്തിന്റെ പേരാണ് ശ്വാസകോശ ധമനി. ശ്വാസകോശ ധമനി വഴിയാണ് രക്തം എന്ത് ചെയ്തത്? കയറിപ്പോയത്. ഓക്കെ, ശ്വാസകോശത്തിലേക്ക് പോയത്. അപ്പൊ ശ്വാസകോശ ധമനിയിൽ എപ്പോഴും അശുദ്ധ രക്തമാണ് ഉണ്ടാവുക. അങ്ങനെ ശ്വാസകോശത്തിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന് അങ്ങോട്ട് കൊടുത്തു, ഓക്സിജനെ തിരിച്ചു വാങ്ങി ശുദ്ധീകരിച്ച രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് വരണം അല്ലെ. തിരിച്ചു കൊണ്ടുവരുന്നത് ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ തിരിച്ചു കൊണ്ടുവരുന്ന ഭാഗമാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഭാഗങ്ങൾ, ഇതിൽ കൂടെയാണ് വരിക. എന്നിട്ട് ഈ ഭാഗത്താണ് ശുദ്ധരക്തം വന്ന് നിറയുന്നത്. ഈ ഭാഗം ഏതാണ്? ഇടത് ഭാഗത്ത്, ഇടത് ഏട്രിയം. ഇടത് ഏട്രിയം നിറയുമ്പം മുകൾ ഭാഗം സങ്കോചിക്കുന്നു, രക്തം നേരെ താഴേക്ക് വരികയാണ്.
ഇടത് വെൻട്രിക്കിളിലേക്കാണ് വരിക. അപ്പൊ ഇവിടെ കാണപ്പെടുന്ന ഈ വാൽവ് അല്ലെ, ഈ ചിത്രത്തിൽ ഇതാ ഇവിടെ കാണപ്പെടുന്ന ഈ വാൽവിന്റെ പേരാണ്, ഏത് വാൽവാണ്? ഈ കാണിച്ചിരിക്കുന്ന വാൽവിന്റെ പേരാണ് ഇടത് ഭാഗത്ത് കാണുന്ന വാൽവ്. ഏതാ? എത്രയായിരുന്നു? ബൈകസ്പിഡ് അല്ലെ, ദ്വിദള വാൽവ്. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ട വാൽവ്, ദ്വിദള വാൽവാണ് കാണുന്നത്. അത് തുറക്കുമ്പോൾ താഴേക്ക് വരും. ഇനി താഴെ ഭാഗം സങ്കോചിക്കുകയാണ്. സങ്കോചിക്കുമ്പം രക്തം നേരെ ഇതിൽ കൂടെയാണ് കയറി പോവുക. ഈ ഭാഗത്തിന്റെ പേര് ഇതാണ്, ഇത് മഹാധമനി അല്ലെ. ആ പേര് പോലെ തന്നെ നോക്കിയ വലിയ കുഴലാണ്, മഹാധമനിയാണ്. ഇതിൽ കൂടിയാണ് ശുദ്ധരക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്തു പോകുന്നത്. അപ്പൊ ഏറ്റവും വലിയ സങ്കോചം ഉണ്ടാവുക എപ്പോഴും ഹൃദയത്തിന്റെ താഴെയാണ്, വെൻട്രിക്കിളാണ്. അതുകൊണ്ട് വെൻട്രിക്കിളിന്റെ ഭിത്തി കണ്ടില്ലേ, കട്ടി കൂടിയ ഭിത്തിയാണ്, കട്ടി കൂടിയ ഭിത്തിയാണ് താഴെ ഉണ്ടാവുക. താഴെ ഇടതും വലതും കട്ടി കൂടിയ ഭിത്തിയാണ്, മുകൾ ഭാഗത്തിനേക്കാൾ കൂടുതൽ കട്ടി താഴെയാണ്. അതും ഇടത് വെൻട്രിക്കിളിനാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ള ഭാഗമുള്ളത്, വാളുള്ളത്, ഭിത്തിയുള്ളത്. എന്തുകൊണ്ടാണ്? അവിടെ ഭയങ്കര സങ്കോചം നടക്കാണ്, രക്തം പുറത്തേക്ക് പോകണം അല്ലെ. അതേപോലെ ഈ ഭാഗത്ത് മഹാധമനിയുടെ തുടക്കത്തിലും അതേപോലെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ശ്വാസകോശ ധമനിയുടെ ഒക്കെ തുടക്കത്തിലും കാണപ്പെടുന്ന ഇങ്ങനെ വളച്ചു വെച്ചൊരു വാൽവ് ഉണ്ട് അല്ലെ. ആ വാൽവിന്റെ പേര് ഈ ചിത്രത്തിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ട അർദ്ധചന്ദ്രാകാര വാൽവ് എന്ന് കണ്ടല്ലോ അല്ലെ. അത് എവിടെയൊക്കെ കാണപ്പെടുന്ന വാൽവ്, അതിന്റെ ഷേപ്പ് വെച്ചിട്ടാണ് പറയാ. മഹാധമനിയുടെ തുടക്കത്തിൽ കാണപ്പെടുന്ന വാൽവ് മഹാധമനി വാൽവ്, അതേപോലെ തന്നെ ശ്വാസകോശ ധമനി വാൽവ്. രണ്ട് വാൽവില്ലേ, ആ രണ്ടിന്റെയും ഷേപ്പ് ഒരു അർദ്ധചന്ദ്രാകാര ആണ് അല്ലെ, ചന്ദ്രക്കലേന്റെ പോലെയാണ്. അതുകൊണ്ടാണ് അവരെ അർദ്ധചന്ദ്രാകാര വാൽവ് അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവ് എന്നൊക്കെ നമ്മൾ വിളിക്കാനുള്ള കാരണം. അപ്പൊ രണ്ട് വാൽവിനെയും അങ്ങനെ തന്നെയാണ് പറയാ, ഷേപ്പ് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പം അത്യാവശ്യം ഒരു ഹൃദയം പഠിക്കുമ്പം ഈ ഒരു ചിത്രം വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ലാബലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഡയഗ്രം ആണ് ഇത്. നമ്മളെ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഡയഗ്രം ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ലാബിൽ ചെയ്തതായിട്ടും കൂടെ കാണാം. റെഡി? പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും വാൽവ് ഫിറ്റ് ആക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു ഭാഗത്തേക്ക് ഒഴുകിപ്പോയ രക്തം തിരിച്ചു വരാതിരിക്കാനാണ് അല്ലെ, ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാനാണ്, രക്തത്തിന്റെ തിരിച്ചൊഴുക്ക് തടയാനാണ് വാൽവുകൾ സഹായിക്കാം. റെഡി അല്ലേ? ഹൃദയം ഇതോടുകൂടി ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ചേർത്ത് പഠിച്ചു വെച്ചേക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെയുണ്ട്. വലത് ഭാഗത്തുള്ള വാൽവാണ് ത്രിദള വാൽവ്, ഇടത് ഭാഗത്തുള്ള വാൽവാണ് ദ്വിദള വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്ന് പറയാം, അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മഹാധമനിയിലേക്കും ശ്വാസകോശ ധമനിയിലേക്കും തുറക്കുന്ന ആ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേരാണ് അർദ്ധചന്ദ്രാകാര വാൽവുകൾ, സെമി ലൂണാർ വാൽവ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. സെമി ലൂണാർ വാൽവ്. ഓക്കെ, സെമി ലൂണാർ വാൽവ് എന്നാണ് പറയുക. റെഡി അല്ലേ? ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇതിൽ നോക്കാം, മനുഷ്യ ശരീരത്തിൽ നിന്ന് തന്നെ നമ്മൾ പുറത്തോട്ട് പോയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ എന്നാണ് ക്വസ്റ്റ്യൻ. പ്രീവിയസ് ചോദിച്ചതാണ്, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ എന്നാണ് പറഞ്ഞത്. നേരിടുന്നതും നേരിട്ട് കഴിഞ്ഞതും രണ്ടാണ് അല്ലെ. നേരിട്ട് കഴിഞ്ഞവ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൂമുഖത്തില്ലാത്ത ആൾക്കാരാണ്. സഞ്ചാരി പ്രാവ്, മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക്, ക്വാഗ, ഇത്രയാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെയാണ് ചോദിച്ചത്. സഞ്ചാരി പ്രാവ് എന്നൊക്കെ പറഞ്ഞാൽ മുൻപേ ഉള്ളതാണ്, ഇന്ന് ഭൂമുഖത്തില്ലാത്തവരാണ് സഞ്ചാരി പ്രാവ് എന്ന് പറഞ്ഞാലും ക്വാഗ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ്? ഈ മലമുഴക്കി വേഴാമ്പൽ ഇന്നുണ്ട് അല്ലെ, പക്ഷെ നമുക്കറിയാം അവര് വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ്, നേരിടുന്നവരാണ്. അതേപോലെ മലബാർ വെരുകില്ലേ, സിവറ്റ് കാറ്റ് എന്നൊക്കെ പറയും അല്ലെ, അതും ഇന്നുണ്ട്. അതേപോലെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം സഞ്ചാരി പ്രാവിനെയും ക്വാഗേനെയും നമ്മൾ എടുക്കാൻ പാടില്ല. ഇത് രണ്ടുമാണ് വേണ്ടത്. 2ഉം 3ഉം ആണ് എന്ത് ശരി അല്ലെ. 2 ശരി 3 ശരി, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്. അപ്പം ഓപ്ഷൻ സി ആണ് വേണ്ടത്. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ വംശനാശ ഭീഷണി നേരിട്ട് കഴിഞ്ഞവരാണ്. ഇതൊക്കെ എങ്ങനെ അറിയുന്നു ചോദിച്ചാൽ ഇതൊക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കണ്ടോ, അറ്റുപോയ കണ്ണികൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഡോഡോ എന്ന് പറയുന്ന ഒരു പക്ഷി അല്ലെ. അപ്പൊ എവിടെയാ? മൗറീഷ്യസ് ദ്വീപിൽ ഉണ്ടായിരുന്നതാണ് ഡോഡോ എന്ന പറക്കാൻ കഴിവില്ലാത്ത പക്ഷിയാണ്. ഓക്കെ, മുന്നേ ഉണ്ടായതാണ്, ഇന്നില്ല അല്ലെ. അതേപോലെ സഞ്ചാരി പ്രാവുകൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഉണ്ടായതാണ്. അമേരിക്കയിലെ ആകാശങ്ങളിൽ പറന്നിരുന്ന സഞ്ചാരി പ്രാവാണ്. അതേപോലെ ഈ ഒരു ജീവിനെ കണ്ടില്ലേ അല്ലെ, ക്വാഗ എന്ന് പറയുമ്പോൾ സീബ്ര പോലെ വരയൊക്കെ കാണാം. അത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന, ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കാട്ടു സീബ്രേന്റെ പേരാണ് എന്ത്? ക്വാഗ. അപ്പൊ ഇവരെല്ലാം ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയവരിൽ ചേർന്നതാണ് എന്ന് പറഞ്ഞാൽ അത് ഇന്നില്ല അല്ലെ, ഇന്നില്ലാത്തവരാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ചിത്രം കൊടുത്തത് കണ്ടോ, ഇതിൽ നമ്മളെ മലബാർ വെരുകിനെയും മലമുഴക്കി വേഴാമ്പലിനെയൊക്കെ കാണാം. കാരണം ഇവരൊക്കെ എന്താണ്, ഇന്ന് വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സസ്യങ്ങൾ 2-3 പേരും ടെക്സ്റ്റിലുണ്ട്. അശോകമരം, അതേപോലെ മരമഞ്ഞൾ എന്ന് പറയുന്നത്, പിന്നെ എന്താണ് വരയാട് അല്ലെ, സിംഹവാലൻ കുരങ്ങ്, ഇതൊക്കെ വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഈ വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നവരെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡാറ്റ ആക്കിയിട്ട് ക്രമീകരിക്കും അല്ലെ. അതിന് പറയുന്ന പേരാണ് റെഡ് ഡാറ്റ ബുക്ക്. അറിയാലോ, ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന കാര്യമാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ റെഡ് ഡാറ്റ ബുക്ക് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? ഒരു പരിസ്ഥിതി സംരക്ഷണ സംഘടനയായിട്ടുള്ള IUCN ആണ് അല്ലെ. IUCN ആണ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ എന്നതാണ് അതിന്റെ പൂർണ്ണ രൂപം. അപ്പം അധികം എന്ത് ചെയ്യാണ്, ചില രാജ്യങ്ങൾ സ്വന്തം രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് വംശനാശ ഭീഷണി നേരിടുന്നത് ഏതൊക്കെയാണ്, ജീവികൾ ഏതൊക്കെയാണെന്നുള്ള പട്ടിക റെഡിയാക്കുന്നതിനാണ്, തയ്യാറാക്കുന്നതിനാണ് അത് നമ്മൾ അങ്ങനെ പറയാം. അല്ലെങ്കിൽ IUCNന്റെ ആഭിമുഖ്യം. IUCN എന്ന് പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ ശാഖകളുള്ള, ബ്രാഞ്ചുള്ള, പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് IUCN. ഓക്കെ, IUCNന്റെ ആസ്ഥാനം ഒക്കെ ചോദിക്കുന്നതാണ്. എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ് ആണ് IUCNന്റെ ആസ്ഥാനം. സ്വിറ്റ്സർലാൻഡ് ആണ് IUCNന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓർമ്മിച്ച് വെച്ചേക്കുക. റെഡി? റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതായ IUCN ആണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ അതിൻ്റെയൊക്കെ സ്വാഭാവികമായിട്ടുള്ള അവിടെ തന്നെ നിർത്തുക. അപ്പോൾ വരയാടിനൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം അവിടെ ഇരവികുളം നാഷണൽ പാർക്ക് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അവിടെ വരയാടിനെ അവിടെ തന്നെ സംരക്ഷിക്കുകയാണ്. അങ്ങനെ അതേ അവസ്ഥയിൽ സംരക്ഷിക്കുന്നതിനെ നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്നാണ് പറയുക. ഇനി ജീവികളെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്താണ് പാർപ്പിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരെന്താ? എക്സിറ്റു കൺസർവേഷൻ എന്നാണ് പറയുക. എക്സിറ്റു, ഇതും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. എക്സിറ്റു കൺസർവേഷൻ എന്താ? ഈ അടുത്ത് പോലും നടന്ന എക്സാമിലൊക്കെ ചോദിച്ചതാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പല സ്ഥലത്തുനിന്നും ചെടികൾ കൊണ്ടുവന്ന് വളർത്തും അല്ലെ, ബൊട്ടാണിക്കൽ ഗാർഡൻ. അതേപോലെ നമ്മൾ സൂവില് സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പം സുവോളജിക്കൽ ഗാർഡനിലൊക്കെ എന്താ, നമ്മൾ മൃഗശാലകളാണ് അല്ലെ, മൃഗശാല. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ മൃഗങ്ങളെ കൊണ്ടുവന്ന് പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് പാർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ എന്താണ്, ജീൻ ബാങ്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ, ജീൻ ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എക്സിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾ ആണ്. പക്ഷെ നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ് ഇങ്ങനെയുള്ള കിട്ടാമൊക്കെ എന്തായിട്ട് ബന്ധപ്പെടുക, കാവുകൾ അല്ലെ, കമ്മ്യൂണിറ്റി റിസർവ്, ഇതൊക്കെ ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾ ആയിട്ടാണ് വരിക. റെഡി അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വീണ്ടും നമ്മൾ മനുഷ്യ ശരീരത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കുകയാണെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത്. പിത്തരസത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവന. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസത്തിൽ എൻസൈമുകളില്ല. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു. ശരിയാണോ തെറ്റാണോ? വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു നല്ലല്ലോ നമ്മൾ പഠിച്ചേ. കരൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നല്ലേ പഠിച്ചേ? കരളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. യെസ്, എൻസൈം ഇല്ല, അത് ശരിയാണ്. അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്, എൻസൈം ഇല്ല. പക്ഷെ ദഹനത്തിൽ സഹായിക്കും. എൻസൈം അഥവാ രാസാഗ്നി ഇല്ലാതെ ഇവർ എങ്ങനെയാണ് ദഹനത്തിൽ സഹായിക്കുക എന്ന് ചോദിച്ചാൽ കൊഴുപ്പിനെ വിഘടിപ്പിക്കാനാണ് ഇവർ സഹായിക്കുക. ഇവിടെ അന്നജത്തെ വിഘടിപ്പിക്കുന്നു എന്നാണ് കൊടുത്തത്. അതുകൊണ്ട് ഇതും തെറ്റാണ്. ശരിക്കും എന്താ വേണ്ടേ? കൊഴുപ്പാണ് വേണ്ടേ. കൊഴുപ്പിന്റെ വിഘടനത്തിനാണ് സഹായിക്കുന്നത് അല്ലെ. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. pH കൂട്ടുകയാണ് അല്ലെ, 7 കൂട്ടുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്. ഓക്കെ, ശരിയാണ്. ഇപ്പൊ ഇവിടെ എന്താ ചോദിച്ചേ? പിത്തരസത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവനയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പൊ തെറ്റായത് ഏതൊക്കെയാണ്? വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അന്നജം വിഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. 1ഉം 3ഉം തെറ്റാണ് അല്ലെ. അപ്പൊ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി സെലക്ട് ചെയ്യാം. 1, 3 എന്നിവ അല്ലെ. 1ഉം 3ഉം തെറ്റാണ്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതും നമ്മൾ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തതാണ്. ഇത് പുതിയ SCERT ടെക്സ്റ്റിൽ കരളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതിൽ നമുക്ക് കാണാം. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? കരളാണ്. ആ പിത്തരസം കരൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ സംഭരിക്കുന്നത് കരളിന്റെ താഴെ കാണപ്പെടുന്ന ഒരു സഞ്ചി പോലത്തെ ഭാഗത്തിലാണ്. അതിന്റെ പേരെന്താ? പിത്താശയം എന്നാണ് പറയാം. പിത്ത സഞ്ചി എന്ന് വേണമെങ്കിലും പറയാം. ഗോൾ ബ്ലാഡർ അല്ലെ, ഗോൾ ബ്ലാഡർ എന്നാണ് ഇംഗ്ലീഷ് പറയുമ്പോൾ ഗോൾ ബ്ലാഡർ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ പിത്ത സഞ്ചി എന്ന് പറയാറുണ്ട്. ആ ഭാഗത്താണ് എന്ത് ചെയ്യുക? ഇതിനെ സംഭരിക്കുക. പക്ഷെ ദഹനത്തിൽ ഇവർ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ദഹനത്തിൽ സഹായിക്കുന്ന എൻസൈമുകൾ ഇല്ല. കണ്ടില്ലേ? എൻസൈം ഇല്ല, എടുത്തു പറയുന്നുണ്ട്. അപ്പം ഇത് പക്വാശയം എന്ന് പറയുന്ന നമ്മുടെ ചെറുകുടലിന്റെ ആദ്യ ഭാഗത്തെത്തി കൊഴുപ്പിന്റെ ചെറുകണികകളാക്കുന്നു. കൊഴുപ്പിനെയാണ് ഇവര് വിഘടിപ്പിക്കുക. അപ്പൊ കൊഴുപ്പിനെ ചെറുകണികകളാക്കി മാറ്റുന്ന ആ പ്രക്രിയയ്ക്ക് നമ്മളൊരു പേര് പറയാറുണ്ട്, എമൽസിഫിക്കേഷൻ എന്നാണ് പറയാ. എമൽസിഫിക്കേഷനിൽ സഹായിക്കുന്ന ആളാണ് ഇത് പിത്തരസം അല്ലെ. റെഡി അല്ലേ? pH ക്രമീകരിക്കുന്നു. pH ക്രമീകരിച്ചിട്ട് എന്താക്കാണ്? ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുകയാണ് ചെയ്യുക.
അപ്പോൾ ക്ഷാരഗുണം എന്നൊക്കെ പഴയ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ അതൊക്കെ എടുത്തു പറയുന്നുണ്ട്, ക്ഷാരഗുണം എന്നുള്ളത്. അതും കൂടെ നോക്കുക. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല, കാണാലോ അല്ലെ. കൊഴുപ്പിനെ ചെറു കണികകളാക്കി മാറ്റുന്നു, ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. കണ്ടല്ലോ, ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നതും ചെയ്യുന്നതിലൂടെ ദഹനത്തെ സഹായിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിലാണ് സംഭരിച്ചു വെക്കുന്നത്. റെഡി അല്ലേ, ക്ലിയർ. അപ്പോൾ ഈ ഭാഗത്തിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ വൃക്കയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും കൂടെ നോക്കാം. വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗത്തിന് പറയുന്ന പേരെന്താണ്? വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗത്തിന്റെ പേര്. വൃക്കേനെയൊക്കെ നമ്മൾ മുറിച്ച് അതിന്റെ ഉൾഭാഗം പഠിക്കുമ്പം വൃക്കയ്ക്ക് പ്രധാനമായിട്ടും നോക്കുക, ഈ ഒരു ചിത്രം നോക്കുക. വൃക്കയ്ക്ക് പ്രധാനമായിട്ടും ഇവിടെ 2 ഭാഗമായിട്ട് തരംതിരിക്കും. വൃക്കയുടെ പുറമെ കാണപ്പെടുന്ന ഇളം നിറത്തിലുള്ള ബാഹ്യഭാഗം കണ്ടല്ലോ, ഇളം നിറത്തിലുള്ള ബാഹ്യഭാഗത്തിന്റെ പേരാണ് കോർട്ടെക്സ്. കോർട്ടെക്സ് എന്നാണ് പറയാ. അപ്പൊ വൃക്കേനെ മുറിച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഭാഗത്തിന്റെ പേര്, കടും നിറമുള്ള ആന്തരഭാഗത്തിന്റെ പേരെന്താണ്? മെഡുല. ഇത് വൃക്കേനെ മുറിച്ചൊരു ചെറിയൊരു കുഞ്ഞു കഷ്ണം കാണിച്ചതാണ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിലൊക്കെ കൊടുത്തൊരു കുഞ്ഞു ഭാഗമാണ് ഈ കാണിച്ചത്. അപ്പം ഉള്ളിലുള്ള ഭാഗം മെഡുലയാണ്, പുറമേയുള്ള ഭാഗം കോർട്ടെക്സ് ആണ്. നമ്മൾ എപ്പോഴും ഒരു ഡ്രസ്സിന്റെ പുറത്താണ് കോട്ടിടുക അല്ലെ, അങ്ങനെ ആലോചിച്ച് വെക്കാറുണ്ട്. പുറത്ത് കോട്ടിടുമ്പോൾ പുറത്ത് കോർട്ടെക്സ്, ഉള്ളിലാണ് എന്ത്? മെഡുല എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അപ്പം എല്ലാ വൃക്കേന്റെ പ്രധാന പ്രവർത്തനം എന്താ? രക്തത്തിനെ അരിച്ച് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ അരിപ്പ അല്ലെ, മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നാണ് നമ്മൾ വൃക്കേനെ പറയുന്നത്. എന്താണ്? മനുഷ്യ ശരീരത്തിലെ അരിപ്പയാണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നാണ് നമ്മൾ വൃക്കേനെ പറയുന്നത്. കാരണം രക്തം അരിച്ച് ശുദ്ധീകരിക്കും. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമാണ്. വിസർജനാവയവം ഏതാന്ന് ചോദിച്ചാലും വൃക്ക പറയണം. വൃക്കയും കരളും ത്വക്കും അല്ലെ ശ്വാസകോശവും ഒക്കെ വിസർജനത്തിൽ സഹായിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനം ഏതാണ്? വൃക്കയാണ്. ആ വൃക്ക അരിച്ച് ശുദ്ധീകരിക്കുന്ന അരിപ്പയായി മാറാൻ കാരണം അരിക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗം ഉള്ളതുകൊണ്ടാണ്. ആ ഭാഗത്തിന്റെ പേരാണ് എന്ത്? നെഫ്രോണുകൾ എന്നാണ്. ഓക്കെ, നെഫ്രോണുകൾ. വൃക്കയിൽ കാണപ്പെടുന്ന അല്ലെ അരിപ്പകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് നെഫ്രോണുകൾ എന്ന് പറഞ്ഞത്. അതാണ് വൃക്കേന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളായിട്ടാണ് നമ്മൾ നെഫ്രോണിനെ കണക്കാക്കുന്നത്. ഓക്കെ, യെസ്. അപ്പം ഈ ഒരു ചിത്രത്തില് ഇളം നിറമുള്ള ബാഹ്യഭാഗം എന്ന് പറയുമ്പോൾ ആൻസർ എന്താ വേണ്ടേ? പുറത്ത് നമ്മൾ ബാഹ്യഭാഗം, പുറം ഭാഗത്ത് കോട്ടിടുന്നു. അപ്പോൾ കോർട്ടെക്സ് ആണ്. ഉൾഭാഗമാണിത് മെഡുല്ല എന്ന് പറഞ്ഞാൽ. വൃക്കേന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകത്തിന്റെ പേരെന്താ? ന്യൂറോൺ, നെഫ്രോൺ, ന്യൂട്രോൺ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലെ, മാറിപ്പോകുന്ന രീതിയിലുള്ള ഓപ്ഷൻ ആണ്. ആൻസർ എന്താണ്? നെഫ്രോൺ ആണ്. കാരണം നെഫ്രോളജി എന്ന് ആലോചിച്ച് വെച്ചേക്കും. ഓക്കെ, നെഫ്രോളജി എന്ന് പറഞ്ഞാൽ വൃക്കേനെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, വൃക്കേന്റെ പഠനത്തിനാണ് നമ്മൾ പറയുന്നത്. റെഡി അല്ലേ? ന്യൂറോൺ എന്നൊക്കെ പറഞ്ഞാൽ എവിടെയാണ്? തലച്ചോറിൽ കാണുന്ന ഭാഗങ്ങളാണ്. തലച്ചോറ്, സുഷുമ്ന, ഇങ്ങനെയുള്ള നമ്മളെ ഏത് ഭാഗത്താണ്? നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, നാഡീവ്യവസ്ഥ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന ഘടകം ചോദിച്ചാൽ ന്യൂറോൺ പറയാം. വൃക്കേനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയണ്ടേ? നെഫ്രോണുകൾ എന്നതാണ് ആൻസർ ആയിട്ട് പറയാം. റെഡി അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പം പരിചയപ്പെട്ടു. ഇനിയും ഇതേപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അപ്പോൾ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരുന്ന അപ്ഡേഷൻസ് ഒക്കെ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. വീണ്ടും കാണാം. താങ്ക് യു.